പരിശുദ്ധ നോമ്പിൽ പിതാക്കന്മാർ വായിക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ നമ്മളുടെ കർത്താവ് പ്രവർത്തിച്ചതായ അത്ഭുത സംഭവങ്ങളെ അനുസ്മരിക്കുന്നതാണ്. ആ അത്ഭുത സംഭവങ്ങളെയൊക്കെ അനുസ്മരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നതും നാം അനുസ്മരിക്കുന്നതും സൗഖ്യദായകനായ മശിഹാ തമ്പുരാനെ കുറിച്ചാണ്. മനുഷ്യരുടെ ബലഹീനതകളെയും രോഗങ്ങളെയും വേദനകളെയും ശാരീരികവും ആത്മീകവുമായ അവശതകളെയും മാറ്റി അവരെ പൂർണ്ണ സുഖത്തിലേക്ക് കൊണ്ടുവരുന്ന, സുഖം നൽകുന്ന, സൗഖ്യം നൽകുന്ന സൗഖ്യദായകനായ മശിഹാ തമ്പുരാൻ ഇന്ന് കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്നതായ സംഭവം നാം വായിച്ചു കേൾക്കുന്നു. മശിഹാ തമ്പുരാന്റെ അടുക്കൽ പ്രാർത്ഥനയോടെ അപേക്ഷയോടെ വരുന്ന എല്ലാ ആളുകളെയും അവൻ സൗഖ്യമാക്കുന്നു. ഇന്ന് വിശുദ്ധ ലൂക്കോസിന്റെ ഏവങ്കേലിയോനിൽ നാം വായിച്ചു കേൾക്കുന്നത് സന്ധ്യാസമയമാവുമ്പോൾ അനേക രോഗികളെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുക, അവൻ അവർക്കെല്ലാം സൗഖ്യം നൽകുന്നു. സൗഖ്യദായകനായ മശിഹാ തമ്പുരാനെ ഓർക്കുവാനും അവന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതായ അത്ഭുതങ്ങളെ ആരോഗ്യമായിട്ട് നടക്കുവാൻ ദൈവം നൽകുന്നതായ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. വാത്സല്യമുള്ളവരെ, അഭിവന്യ മക്കാറിയോസ് തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അഭിവന്യ നിക്കോളാസ് തിരുമേനി പറഞ്ഞതുപോലെ വളരെ ദീർഘകാലം മക്കാറിയോസ് തിരുമേനിയുടെ കൂടെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാനഡ, UK, യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുമ്പോൾ ആ ഭദ്രാസനത്തിൽ ഞാൻ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനമാകുമ്പോൾ ആ ഭദ്രാസനത്തിലും സേവനമനുഷ്ഠിക്കുവാനായിട്ട് സാധിച്ചു. വിയന്നയിലെ വികാരിയായിട്ട് അഭിവന്യ തിരുമേനിയാണ് എനിക്ക് കൽപ്പന തന്നത്. അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നമ്മുടെ ഇടവക രൂപീകരിക്കുമ്പോൾ അതിൻ്റെയും വികാരിയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുവാനായിട്ട് അധികാരപ്പെടുത്തിക്കൊണ്ട് അഭിവന്യ മക്കാറിയോസ് തിരുമേനിയാണ് എനിക്ക് കൽപ്പന തരുന്നത്. അഭിവന്യ മക്കാറിയോസ് തിരുമേനി ഞാൻ അറിയുന്നത് വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയായിട്ട് വരുമ്പോഴാണ്. അന്ന് അദ്ദേഹം ബോംബെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി ആദ്യം, അത് കഴിഞ്ഞ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി. ഇടയ്ക്കിടയ്ക്ക് സെമിനാരിയിൽ അദ്ദേഹത്തിന് താമസിക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം വന്ന് താമസിക്കുമ്പോൾ സെമിനാരി വിദ്യാർത്ഥികളായ ഞങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. സഭാ ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ രീതിയിലെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന അവസരത്തിലും അദ്ദേഹത്തോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്നതായ കാര്യമുണ്ട്, അഭിവന്യ തിരുമേനിക്ക് നല്ലൊരു സ്നേഹിത വലയമുണ്ടായിരുന്നു. ഉന്നതരായ വ്യക്തികളെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ മുതൽ താഴോട്ട് PC അലക്സാണ്ടർ, അത് കഴിഞ്ഞ് ബാബു പോള്, അതിനേക്കാൾ ഉപരിയായി ഞാൻ അദ്ദേഹത്തോടൊപ്പം 2-3 തവണ പോയിട്ടുണ്ട് ചിങ്ങവനം അരമനയിൽ, ജ്ഞാനായ ഭദ്രാസനത്തിന്റെ ആസ്ഥാനത്തിൽ അഭിവന്യ ക്ലിമ്മീസ് മെത്രാപ്പൊലീത്തയെ കാണാനായിട്ട്. വളരെ സൗഹൃദമായ ബന്ധം അഭിവന്യ ക്ലിമ്മീസ് തിരുമേനിയുമായിട്ട്, സഭാ കേസുകളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും അദ്ദേഹവുമായി നല്ല ബന്ധം പുലർത്തുവാനായിട്ട് വളരെ ആതിഥ്യ മര്യാദയോടുകൂടി ക്ലിമ്മീസ് മെത്രാപ്പൊലീത്ത ഇടപെടുന്നതും പരസ്പരം ഇടപെടുന്നതും സംസാരിക്കുന്നതും നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഡോക്ടർ ബാബു പോളിനെ തിരുമേനി സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ യാത്രയിലൊക്കെ എവിടെയൊക്കെ പ്രമുഖ വ്യക്തികൾ ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ പുതുക്കുവാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ കുലീനതയോടുകൂടി, ആഠ്യത്വത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കരുതലോടുകൂടി ഇടപെടുന്ന ഒരു മഹാപുരോഹിതനെയാണ് അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ പല കാലഘട്ടങ്ങളിലും ഇടപെടുവാനായിട്ട് അഭിവന്യ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. 1951 മുതലുള്ളതായ കാര്യങ്ങൾ, അതിനു മുമ്പുള്ളതായ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ പല അവസരങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. 1951 വളരെ നിർണായകമായ ഒരു വിധി, കോടതി വിധി, സഭാ കേസ് സംബന്ധിച്ച് മലങ്കര സഭയ്ക്കുണ്ടാകുക. 1951 ഹൈക്കോടതിയുടെ ആ വിധി
ഹൈക്കോടതിയുടെ വിധി മലങ്കര സഭയ്ക്ക് പ്രതികൂലമായിട്ട് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവാ തിരുമേനിക്ക് പ്രതികൂലമായി ഉണ്ടായ ഒരു വിധിയാണ്. ആ വിധിക്ക് റിവ്യൂ കൊടുത്തപ്പോൾ ആ റിവ്യൂവും തള്ളി. ജസ്റ്റിസ് വിധേയത്തിലിന്റെ വലിയ വിധിയെന്ന് പറഞ്ഞുകൊണ്ട്, ഇടിമിന്നൽ പോലെ മലങ്കര സഭയുടെ മേൽ പതിച്ച ഒരു വിധിയെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രഗത്ഭനായ അൽമായ നേതാവ് മനോരമയുടെ KC മാമൻ മാപ്പിള മനോരമ പത്രത്തിൽ ഒരു മുഖപ്രസംഗം എഴുതി. വെള്ളിടി പോലെ മലങ്കര സഭയുടെ മേൽ പതിച്ച വിധി. ആ വിധിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആ മുഖപ്രസംഗം മലങ്കര സഭാ മക്കളെ മുഴുവനും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. സഭയുടെ വിശ്വാസത്തിൽ, സഭയുടെ നിലപാടിൽ, കാതോലിക്കേറ്റിന്റെ നിലപാടിൽ ഉറച്ചു നിർത്തുന്നതായിരുന്നു ആ വിധി. ആ വിധി ഉണ്ടാകുമ്പോൾ 1951 അഭിമന്യ മക്കാറിയൂസ് തിരുമേനി ഷമ്മാശന വൈദിക സെമിനാരിലെ 4ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവാ തിരുമേനിയാണ് അദ്ദേഹത്തിന് ഷമ്മാശ പട്ടം നൽകിയത്. ഷമ്മാശനായി അന്ന് പരിശുദ്ധ വട്ടക്കുന്നേൽ ബാവാ തിരുമേനി, മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനി റംബാച്ചനായിട്ട് പഴയ സെമിനാരിയിലും ഏലിയ കത്തീഡ്രലിലും ഒക്കെ താമസിക്കുന്ന കാലമാണ്. ഈ വിധി ഉണ്ടാകുന്ന അവസരത്തിൽ മനോരമയിൽ നിന്നാണ് ആ വിധിയുടെ വാർത്തകൾ സഭാ നേതൃത്വത്തിൽ അറിയുന്നത്. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവാ തിരുമേനി ഇവിടെ ഇല്ല. അദ്ദേഹം ഇടവക സന്ദർശനാർത്ഥം കൽക്കട്ടയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ബാവാ തിരുമേനി ഇവിടെ ഇല്ലാത്ത ഒരു അവസരത്തിൽ പ്രതികൂലമായൊരു വിധി ഉണ്ടായിരിക്കുന്നു. ഏതവസരത്തിലും ആ വിധി നടപ്പാക്കും. അന്ന് മലങ്കര സഭയ്ക്ക് മലങ്കര മെത്രാപ്പൊലീത്തയുടെ പേരിലുള്ള 3 പ്രോപ്പർട്ടീസാണുള്ളത്. ഒന്ന് പഴയ സെമിനാരി, 2ാമത് ഏലിയ കത്തീഡ്രൽ, 3ാമത് പരിമല സെമിനാരി. ഈ 3 പ്രോപ്പർട്ടിയും പാത്രിയർക്കീസ് വിഭാഗത്തിന് കൊടുക്കേണ്ടി വരും. അത് വിധി നടത്തിപ്പുണ്ടാകുമെന്നുള്ള ഒരു ഘട്ടമുണ്ടാകുക. അപ്പോഴാണ് മാത്യൂസ് റംബാച്ചനോട് ഒന്നിച്ച്, വട്ടകുന്നേലെ റംബാച്ചനോട് ഒന്നിച്ച്, അദ്ദേഹത്തിന്റെ വാത്സല്യ ശിഷ്യനായിരുന്നു KC തോമസ് ഷമ്മാശൻ. അദ്ദേഹത്തെ വിളിച്ചു കാര്യങ്ങളൊക്കെ അവർ തമ്മിലൊക്കെ പറയുന്നുണ്ട്. ചെറിയാൻ വക്കീലുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുക. അന്നേരം പരിശുദ്ധ ബാവാ തിരുമേനി കൽക്കട്ടയിൽ നിന്ന് വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അത്യുജ്വലമായൊരു സ്വീകരണം നൽകണമെന്ന് സഭാ നേതാക്കന്മാർ കൂടി തീരുമാനിക്കുന്നു. ആ സ്വീകരണത്തിന്റെ ക്രമീകരണങ്ങൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്ന KC മാമാപ്പിളയും മാത്യൂസ് റംബാച്ചനും ആയിരുന്നു. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട്, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട്, കുറിപ്പുകൾ എഴുതുവാനായിട്ട്, കൽപ്പനകൾ എഴുതുവാനായിട്ട്, ആവക കാര്യങ്ങളിലെല്ലാം മക്കാറിയൂസ് തിരുമേനി KC തോമസ് ഷമ്മാശൻ വളരെ ഭംഗിയായിട്ട് അതിനകത്ത് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പരിശുദ്ധ ബാവാ തിരുമേനി വരുന്നതിന് മുമ്പുള്ളതായ ആ സ്വീകരണം അതിഗംഭീരമായൊരു സ്വീകരണമാണ് അറേഞ്ച് ചെയ്ത്. കൊട്ടാരക്കരയിൽ അദ്ദേഹം കാറിൽ വന്നിറങ്ങി, അവിടെ നിന്ന് അനേക കാറുകളുടെ, ട്രെയിനിൽ വന്നിറങ്ങി, അവിടെ നിന്ന് അനേക കാറുകളുടെ അകമ്പടിയോടുകൂടി രാജവീതിയിലൂടെ MC റോഡിലൂടെ കൊട്ടാരക്കര മുതൽ കോട്ടയം വരെ നൽകിയതായ അതിഗംഭീരമായ ഒരു സ്വീകരണമായിരുന്നു അത്. അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകർ KC മാമാപ്പിളയും മാത്യൂസ് റംബാച്ചനുമായിരുന്നു. അവരൊന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അത് പ്രവർത്തിക്കുമ്പോൾ വളരെ ഗംഭീരമായൊരു സ്വീകരണം പരിശുദ്ധ ബാവാ തിരുമേനിക്ക് നൽകുവാനായിട്ട് സാധിച്ചു. കൊട്ടാരക്കര മുതൽ ചെങ്ങന്നൂർ വരെയും പുത്തങ്കാവിലും അതിനുശേഷം വന്ന് കോട്ടയത്തോട്ട് വരുമ്പോഴും ഈ റോഡുകളിൽ മുഴുവനും ഇരുവശത്തും തിങ്ങി നിറഞ്ഞ ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടിയാണ് ബാവാ തിരുമേനിയെ സ്വീകരിക്കുന്നത്. ആ അവസരത്തിൽ ജനങ്ങൾ തന്നെ, മറ്റുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, സാധാരണ കേസിൽ ജയിക്കുന്ന ആളുകൾക്കാണ് ഇത്ര വലിയ ആവേശമായ സ്വീകരണം നൽകുന്നത്. ഇത് കേസിൽ പരാജയപ്പെട്ടിട്ടും ആ വലിയ സ്വീകരണം നൽകുവാനായിട്ട് നൽകി. MD സെമിനാരി അങ്കണത്തിൽ വെച്ച് പരിശുദ്ധ ബാവാ തിരുമേനിക്ക് നൽകിയതായ ആ സ്വീകരണത്തിൽ വെച്ച് ഒരു സത്യപ്രതിജ്ഞ എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്ന് ചൊല്ലുന്നുണ്ട്. പരിശുദ്ധ വട്ടക്കുന്നേൽ ബാവാ തിരുമേനി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ആ സത്യപ്രതിജ്ഞ നടന്ന സംഭവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം എന്നാളും കാത്തു സൂക്ഷിക്കുമെന്നും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കാതോലിക്കേറ്റിന്റെ കീഴിൽ ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ജീവനുള്ള കാലത്തോളം നിലനിൽക്കുമെന്ന് പറയുന്നതായ മനോഹരമായൊരു സത്യപ്രതിജ്ഞാ വാചകം എഴുതി ബാവാ തിരുമേനി പറയുന്നത്, വട്ടകുന്നേലെ ബാവാ തിരുമേനി പറയുന്നത്, ഞാനാണ് ആ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നും കാതോലിക്കേറ്റിന്റെ കീഴിൽ അണിനിരന്നു നിൽക്കുമെന്നും ആബാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ച്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ഒന്നിച്ച് ആ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുകയാണ്.
ആ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുവാനായിട്ട് വട്ടക്കുന്നിലെ ബാബാ തിരുമേനിക്ക് സാധിച്ചു. മക്കാറീസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ആ വാചകങ്ങൾ പല തവണ ശമാശനായിരുന്ന അദ്ദേഹത്തെ കൊണ്ട് വട്ടക്കുന്നിലെ ബാബാ തിരുമേനി എഴുതിപ്പിച്ചു വായിച്ച് വളരെ തെറ്റുകളും തിരുത്തുകളും ഒക്കെ വരുത്തി വളരെ മനോഹരമായി നാളത്തെ പത്രങ്ങളിലും നാളത്തെ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ വരേണ്ട അതിശ്രേഷ്ഠമായൊരു കാര്യമാണ്. അപ്പോൾ അതിന്റെ വാചകങ്ങളും വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ വളരെ ക്രമപ്രകാരമായിരിക്കണം എന്നുള്ളതായ ബോധമുണ്ടായിരുന്നു. അതനുസരിച്ച് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് കഴിഞ്ഞ് വേറൊരു കാര്യമുണ്ടാകുന്നത്, ഈ പ്രോപ്പർട്ടികള് സ്വത്തുക്കള് ഒക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചു. പാത്രീസുകാർ വന്ന് കയ്യേറും. അപ്പൊ പഴയ സെമിനാരിയിൽ നിന്ന് ബാബാ തിരുമേനി മാറി. ബാബാ തിരുമേനി മാറി എവിടെയെങ്കിലും താമസിക്കണം. ബാബാ തിരുമേനിക്ക് ഒരു താമസ സ്ഥലം ഉണ്ടാകണം. ബാബാ തിരുമേനി വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ താമസിക്കുവാനായിട്ട് മാങ്ങാനത്ത് എബനേസർ പള്ളി, അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി പള്ളിയോട് ചേർന്ന് വാരിച്ച ബാബാ തിരുമേനി താമസിക്കാം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം സംഭവിച്ചത്, ഏലിയ കത്തീഡ്രൽ, അന്ന് ഏലിയ കത്തീഡ്രലിലെ വികാരിയായിരിക്കുന്ന നമ്മുടെ വാളിനടിയിൽ KC തോമസ് എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. ആ അച്ഛൻ MD സെമിനാരി അധ്യാപകനായിരുന്നു. അദ്ദേഹം 1937 മുതൽ 56 വരെ ഏലിയ കത്തീഡ്രൽ വികാരിയായിരുന്നു. നമ്മുടെ ഇപ്പൊ അമേരിക്കയിലുള്ള ഓണക്കൂർ ജോർജ് പൗലോസ് അച്ഛന്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ് ഈ തോമസ് അച്ഛൻ. അപ്പൊ തോമസ് അച്ഛന്റെ നേതൃത്വത്തിൽ ഏലിയ കത്തീഡ്രലിലുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കണം, അതെല്ലാം എടുക്കാനായിട്ട് തുടങ്ങി. ആളുകളൊക്കെ വന്നു. അവിടുത്തെ തിരശ്ശീല, ത്രോണോസും നമസ്കാരമേശ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അവിടുന്ന് മാറ്റി. ചെറിയാമക്കീലിന്റെ വീട്ടിലേക്ക്, വട്ടക്കുന്നിലെ ബാബാ തിരുമേനിയുടെ ആ ഭവനത്തിലേക്ക്, അവിടേക്ക് ആ സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ ഏലിയ കത്തീഡ്രൽ മുഴുവനും ഒഴിഞ്ഞു കിടക്കുക. ഇനിയും വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവർ നോക്കിയപ്പോൾ ആ ചമാച്ചനും കൊണ്ട് റംബാച്ചനങ്ങ് മാറി. വൈകാരി അച്ഛനും ബാക്കിയുള്ള ആളുകളും ഒക്കെ അവരെല്ലാം നോക്കുന്നുണ്ട്. അവിടെ മാമോസ തൊട്ടി ഇരിപ്പുണ്ട്. അപ്പൊ ഈ മാമോദീസ തൊട്ടി മാറ്റണ്ടേ? അപ്പൊ ഈ ശീമാട്ടിയുടെ ഓപ്പോസിറ്റില് കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ഒരു കട നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഏലിയ കത്തീഡ്രലുകാരനാണ്. വളരെ ആവേശമുള്ള ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ പോയിട്ട് ഒരു പാര എടുത്തുകൊണ്ട് വന്നു ഈ മാമോദീസ തൊട്ടി ഇളക്കാനായിട്ട്. അപ്പൊ വട്ടക്കുന്നിലെ ബാബാ തിരുമേനി അവിടെ റംബാച്ചൻ അവിടെ ഉണ്ട്. ഈ വാളനടിയിലെ അച്ഛനും നമ്മുടെ KC തോമസ് ശമാശൻ, മക്കാറീസ് തിരുമേനിയും ഒക്കെ ചേർന്ന് വലിയ പാര ഉപയോഗിച്ചിട്ട് ഈ മാമോദീസ തൊട്ടി ഇളക്കാനായിട്ട് നോക്കി. 1-2 കുത്തിയിട്ടും ഇത് ഇളകുന്നില്ല. അപ്പോഴാണ് വട്ടക്കുന്നിലെ റംബാച്ചനോട് വന്നിട്ട് പറഞ്ഞത്, അത് വേണ്ട, അവിടെ അവർ ഇരുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റുന്നു. ആ മാമോദീസ തൊട്ടി തന്നെയാണ് ഇപ്പോഴും ഏലിയ കത്തീഡ്രലിൽ ഇരിക്കുന്നത്. അത് ഇളക്കി മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി പെരുമാറിയിട്ടുണ്ട്. വട്ടക്കുന്നിലെ ബാബാ തിരുമേനി, മക്കാറീസ് തിരുമേനി പിന്നീട് പല അവസരങ്ങളിൽ വരുന്നുണ്ട്, ചോദിക്കുമായിരുന്നു, ഈ ലേഖത്തിലെ ആ മാമോദീസ തൊട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ പാരയും കൊണ്ടുവന്ന കുഞ്ഞുഞ്ഞ് എവിടെയാ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന തമാശയായിട്ട് അദ്ദേഹം പറയുമായിരുന്നു. ആ സംഭവം ഉണ്ടായി. ബാബാ തിരുമേനിയുടെ കാറ് അന്ന് കയ്യേറുമെന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്നു, ജപ്തി ചെയ്തെടുത്തുകൊണ്ട് പോകുമെന്ന് പേടിച്ചുകൊണ്ട് ബാബാ തിരുമേനിയുടെ കാറ് PC എബ്രഹാമിന്റെ, പടിഞ്ഞാറക്കര PC എബ്രഹാമിന്റെ കാർ ഷെഡിൽ കൊണ്ടിട്ട് പൂട്ടി. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിനൊക്കെ ദൃക്സാക്ഷിയായിരുന്നുകൊണ്ട് മക്കാറീസ് തിരുമേനി ശമാശനായിട്ട് വട്ടക്കുന്നിലെ ബാബാ തിരുമേനിയോട് ഒപ്പം ഉണ്ടായിരുന്നു, ഓടി നടക്കുന്ന ആളായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ദേവലോകം അരമന വാങ്ങിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ബാബാ തിരുമേനിക്ക് ഒരു ആസ്ഥാനമുണ്ട്. ഞാൻ കഴിഞ്ഞ അവസരത്തിൽ നമ്മുടെ ഈ നവീകരിച്ച പള്ളിയുടെ കൂദാശ നടത്തുന്ന അവസരത്തിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ അരമന വാങ്ങിച്ച സംഭവത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോ സ്ഥിതിയും ബാബാ തിരുമേനി ഉണ്ടായിരുന്നപ്പോ ഇതിന്റെ കൂദാശയുടെ സമയത്ത് അന്ന് ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് മലങ്കര മെത്രാപ്പൊലീത്തായ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാകണം, കാതോലിക്കായ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാകണം. പഴയ സെമിനാരിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥയുണ്ടായി. മാങ്ങാനത്വം താമസിക്കുന്ന എവിടെയെങ്കിലും ഒരു ആസ്ഥാനം കോട്ടയത്ത് തന്നെ ഉണ്ടാകണം. മാമാപ്പിള അന്വേഷിച്ച് കാറെ കയറി നടന്നു. വട്ടക്കുന്നിലെ റംബാച്ചൻ KC തോമസ് ശമാശനെയും കൂടെ നമ്മുടെ മാമാപ്പിളയുടെ കൂടെ വിട്ടു. ഇവരൊന്നിച്ച് 3 സ്ഥലങ്ങൾ പോയി കണ്ടു. താഴ്ത്തങ്ങാടിയിൽ പോയി, സെമിനാരിയോട് ചേർന്ന് പോയി കണ്ടു. അവിടെ ഒന്നും പിടിക്കാനില്ല. ആ അവസരത്തിലാണ് വലിയൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സഭാ കേസ് ഇതിനെക്കുറിച്ചൊക്കെ വലിയ സഭാ കേസ് സംബന്ധിച്ച് കോട്ടയത്ത് സഭാ നേതാക്കന്മാർ,
സഭാ സ്നേഹികൾ എല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതാണ് കോട്ടയത്തുണ്ടായിരുന്ന ഇപ്പോ തിരുനക്കരയുള്ളതായ കിരീട് അവിടെ ഈ കൊയിലോൺ റേഡിയോ പ്രസ് ക്ലബിന്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു. കിരീടധാരണ വൈദ്യശാല എന്ന് പറയുന്നു. അത് നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ടൈറ്റസ് വർഗീസ് സാറിന്റെ പിതാവ് കൊച്ചുകൊച്ച് എന്ന് പറയുന്ന ആളായിരുന്നു. ചെമ്പകശ്ശേരിയിലെ കൊച്ചുകൊച്ച്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ ഹൈമനത്തുള്ള ഒരു കോശി എന്ന് പറയുന്ന ഒരാൾ വന്ന് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഒരു സ്ഥലമുണ്ട്, കഞ്ഞിക്കുഴിയുടെ അടുത്ത് ആ സ്ഥലമുള്ളത്. അതൊരു കുന്നേലാണ്. ആ സ്ഥലം ചിലപ്പോൾ കിട്ടിയേക്കും. അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരു KM എബ്രഹാമാണ്, എടത്തുവക്കാരനാണ്. ഇവിടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിൽ YMCAയുടെ സെക്രട്ടറി ആയിരുന്ന ഡിക്സൺ സാഹിബ് കുറെ നാൾ വന്ന് താമസിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് എബ്രഹാം അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് KC മാത്യൂസ് ഷമ്മാശൻ മാമൻ മാപ്പിളയുടെ കാറിൽ കയറി ഇവിടേക്ക് വന്ന് ഇത് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ള വിവരം അവർക്ക് മനസ്സിലായി. അവർ ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് വരിക. കൊച്ചുകൊച്ചും ബാക്കിയുള്ള ആളുകളും ഒക്കെ അത് വടക്കുന്നിലെ റമ്പാച്ചനോടും മാമാപ്പിളയോടും ഒക്കെ അറിയിച്ചു. പിറ്റേ ദിവസം ഈ സ്ഥലം കാണാനായിട്ട് വരിക. അപ്പൊ ഈ സ്ഥലം കാണാനായിട്ട് ഇവിടെ അറിയാവുന്ന ആളാരാ ഉള്ളത്, ഏത് സ്ഥലമാണെന്ന് ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോഴാണ് പറയുന്നത് ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? നമ്മുടെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന മടുക്കാരന്റെ അപ്പാപ്പന്റെ ജ്യേഷ്ഠൻ കുട്ടായി എന്ന് പറയുന്ന ആള്, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന, നമ്മുടെ ഇവിടെ പള്ളിയില് ശുശ്രൂഷിക്കുമൊക്കെ വന്നുകൊണ്ടിരുന്നതായ മാമച്ചന്റെ പിതാവ്, കഞ്ഞിക്കുഴിയിൽ താമസിക്കുന്ന മാമച്ചന്റെ പിതാവ് കുട്ടായി. ഇവര് 3 പേരും കൂടെ കാറേ വരും. അപ്പൊ ഈ കഞ്ഞിക്കുഴിയിലുള്ള ഏരിയയിലൊക്കെ ഈ കുട്ടായി അറിയാം എല്ലാവർക്കും. അപ്പൊ അദ്ദേഹത്തെ അറിയാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മാമാപ്പിളയോട് പറഞ്ഞു, കാറിന്റെ മുന്നിലത്തെ സീറ്റിന്റെ താഴെ ഇദ്ദേഹം അങ്ങ് ഇറങ്ങി കിടന്നു അവിടെ സീറ്റിന്റെ അവിടേക്ക്. ഈ വരുന്ന അവസരത്തില് കഞ്ഞിക്കുഴി കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ വന്ന് ഈ സ്ഥാനം കാണുന്നു. വന്ന് ഇവിടെ ബെല്ലടിക്കുമ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ എബ്രഹാം വന്ന് വാതിൽ തുറക്കുന്നു. മാമാപ്പിള അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഞാന് KC മാമാപ്പിള, ഞാനെന്ന് കാണാനായിട്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുക, അയ്യോ സാർ എന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, MD സെമിനാറിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സാർ എന്താ വന്നേ, സാർ എന്തിനാ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് വളരെ സന്തോഷത്തോടുകൂടി അവർ തമ്മിൽ സൗഹൃദ സംഭാഷണം ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നു സ്ഥലം വിൽക്കാമെന്ന്. 7 ഏക്കർ സ്ഥലമുണ്ട്, 2 ലക്ഷം രൂപ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മാമാപ്പിള പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ കാശൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവസാനം 1 ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലവും ഇതിനോട് ചേർന്ന് ഈ ബംഗ്ലാവും വാങ്ങിക്കാനായിട്ട് തീരുമാനമാകുന്നു. റംബാച്ചൻ വട്ടക്കുന്നേലെ മക്കാറിയോസ് തിരുമേനിയും KC തോമസ് ചമ്മാശൻ മാമമാപ്പിളയും കുട്ടായും ഒക്കെ നടന്ന് ഈ സ്ഥലമെല്ലാം ചുറ്റി കാണുന്നു. ഇതിന്റെ ആധാരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേണ്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. പരിശുദ്ധ ബാബാതിരുമേനി ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് വട്ടക്കുന്നേലെ റംബാച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് KC തോമസ് ചമ്മാശനായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് 1951 മലങ്കര സഭയുടെ ആ നിർണായകമായ കാലഘട്ടത്തിൽ ഇടപെടുവാൻ തിരുമേനിക്ക് സാധിച്ചു. 52 പരിശുദ്ധ ഗീവർഗീസ് ബാബാ തിരുമേനി തന്നെ അദ്ദേഹത്തെ വൈദിക സ്ഥാനത്തേക്ക് ഉയർത്തി. ഡൽഹിയിലെ ആദ്യത്തെ വികാരിയായിട്ട് ബദനിയുടെ തെവോദോസിയോസ് തിരുമേനി എന്ന ബാഹ്യ കേരള ഭദ്രാസനത്തിന്റെ ചുമതല ഉണ്ടായിരുന്നയാളാണ്. ഡൽഹിയിലെ ആദ്യത്തെ വൈദികനായിട്ട്, മലങ്കര സഭയുടെ വൈദികനായിട്ട് 52-53 മുതൽ അദ്ദേഹത്തെ അവിടെ നിയമിക്കുന്നു. ആ സമയത്താണ് സമുദായ കേസിന്റെ അന്തിമ വിധികൾ വിസ്താരങ്ങളും ഒക്കെ സുപ്രീം കോടതിയിൽ നടക്കുന്നത്. ആ അവസരത്തിൽ ആ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും KC തോമസ് അച്ഛന് സാധിച്ചു. അതിനുശേഷമാണ് 1975 അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് വന്നു. ബോംബെ ഭദ്രാസനത്തിന്റെ ചുമതലയെടുക്കുന്നു. അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ചുമതലയും അദ്ദേഹം ഏറ്റെടുക്കുന്നു. അതിനുശേഷം പല പ്രശ്നങ്ങളും സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഭദ്രാസനങ്ങൾ മാറുകയും വിഭജിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് തന്മയത്വത്തോടെ പ്രവർത്തിച്ച് സഭയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും യാതൊരു മാറ്റവും വരുത്താതെ അമേരിക്കയിലെ ഇന്ന് നമ്മുടെ ഭദ്രാസനത്തിന്റെ അടിസ്ഥാനം വിടുവാൻ തക്കവണ്ണം
സഭാ ഭരണഘടന അനുസരിച്ച് ഓരോ ഇടവകകളും മുമ്പോട്ട് പോകണമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അതിനു വേണ്ടുന്നതായ മാർഗനിർദ്ദേശങ്ങളെല്ലാം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, ശീതോഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനുമല്ല, അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. ഒന്നുകിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമായിരുന്നു. കുലീനതയോടുകൂടി ഭംഗിയായി ചെറുപ്പകാലം മുതൽ സഭയുടെ ഗാത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സേവനമനുഷ്ഠിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ദേവലോകം അരമനയിൽ തന്നെയാണ് അദ്ദേഹത്തെ കബറടക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഈ സ്ഥലം വാങ്ങിക്കുവാനും ഇതിനു വേണ്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഇത് പരിശുദ്ധ കാതോലിക്ക ബാവായുടെയും മലങ്കര മെത്രാപ്പൊലീത്തായുടെയും ആസ്ഥാനമാക്കി തീർക്കുവാനും തക്കവണ്ണം ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ളയാള് സഭയുടെ നേതൃത്വത്തിൽ അല്ലായിരുന്നു അന്ന്. അദ്ദേഹം ഒരു ശമ്മാശൻ മാത്രമായിരുന്നു. ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് പരിശുദ്ധ ഗീവർഗീസ് ബാവാ തിരുമേനിയുടെ നാമത്തിൽ ബാവാ തിരുമേനിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ അദ്ദേഹത്തിന്റെ പേരിൽ ഈ വസ്തു എഴുതുവാനായിട്ട് സാധിച്ചു. ആദ്യം ആ വസ്തു അദ്ദേഹത്തിന്റെ പേരിലല്ല എഴുതിയത്. സമുദായ കേസുണ്ടാകുമെന്ന് പേടിച്ച് പടിഞ്ഞാറക്കര PC എബ്രഹാമിന്റെ പേരിലാണ് ആദ്യം ഈ വസ്തു എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ബാവാ തിരുമേനിയുടെ പേർക്ക് മാറ്റിക്കൊടുക്കുന്നത്. ഒട്ടക്കുന്നിലെ ബാവാ തിരുമേനി ഇതിനു വേണ്ടി അധ്വാനിച്ചു. അതോടൊപ്പം ചേർന്ന് നിന്ന അഭിമന്യ തോമസ് മാർ മക്കാറിയൂസ് തിരുമേനി ഈ സ്ഥലത്ത് വിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥന ഇന്നുമെന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആ പിതാവിനെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി അനുസ്മരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ തന്റെ അദൃശ്യമായ വലതുകരം നീട്ടി നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.